ആഭരണം ഉൾപ്പെടെ. കാരണം ഇതൊരു മലയാളി കൾച്ചറാണെന്നും ഞാൻ കേട്ടു. പലരും എന്നോട് പറഞ്ഞു എം എ വർഗീസ് മാറി. എം എ വർഗീസ് മാറിയില്ല. എം എ വർഗീസിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ അങ്ങനെ നിൽക്കാൻ കർത്താവ് കൃപ തരുന്നു. മാറിയ ലോകത്തിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. എന്റെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് എന്തുകൊണ്ട് എന്നറിയാതെ മറ്റുള്ളവരെ അനുകരിച്ച്, അനുകരണമാണല്ലോ മനുഷ്യന്റെ ജീവിതം. എന്റെ ഉടുപ്പിന് കോളർ വെച്ചിരിക്കുന്നത് ആരെയും അനുഗമിച്ചതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇതിന് കോളർ കാണുകയല്ലോ. ഷർട്ടിന്റെ ബട്ടൺ ഫ്രണ്ടിൽ വന്നത് അനുകരണമല്ലേ? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയേനെയല്ലോ. അനുകരണമാണ് ഒരു മനുഷ്യന്. എ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്നൊരു അനുകരണമാണ്. അല്ലെങ്കിൽ ഞാൻ എ എഴുതിയാൽ വേറൊരുത്തൻ ബി എന്ന് വായിക്കും. അനുകരണം നല്ലതാ, വ്യർത്ഥമായ അനുകരണം പാടില്ല. നല്ല അനുകരണങ്ങൾ ഞാൻ എടുത്തതുകൊണ്ട് എന്റെ പിതാക്കന്മാരിൽ നിന്നും പലതും പകർത്തി. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നമേ, ചില വർഷങ്ങൾക്കകം ഞാനിങ്ങനെ കേട്ടു, ഇത്തരം കാണുന്ന എക്സ്റ്റേണൽ സെപ്പറേഷൻസ് മലയാളികൾ കണ്ടുപിടിച്ച എന്തോ മണ്ടത്തരമാണ്. അതിനെ തുടർന്ന് ഒരു അന്വേഷണം ആവശ്യമായി വന്നപ്പോഴാണ് ഉണർവ് ഈ ഭൂമിയിൽ ഉണ്ടായ ഏത് കാലഘട്ടത്തിലും മലയാളക്കരയിൽ ഉണർവ് എത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പ്യൂരിറ്റൻ മൂവ്മെന്റ്സ് ആരംഭിക്കുമ്പോൾ, ഹോളിനെസ് മൂവ്മെന്റ് ആരംഭിക്കുമ്പോൾ, സാൽവേഷൻ ആർമിയുടെ മൂവ്മെന്റ് ആരംഭിക്കുമ്പോൾ, ക്വൈക്കേഴ്സിന്റെ മൂവ്മെന്റ് ആരംഭിക്കുമ്പോൾ, പെന്തക്കോസ്റ്റിന്റെ മൂവ്മെന്റ് ആരംഭിക്കുമ്പോൾ, ആംഗ്ലിക്കൻ ചർച്ചസിന്റെ മൂവ്മെന്റ് ആരംഭിക്കുമ്പോൾ, മെതഡിസ്റ്റ് സഭയുടെ മൂവ്മെന്റ് ആരംഭിക്കുമ്പോൾ, ഏതൊരു ഉണർവിന്റെ മുമ്പിലും എക്സ്റ്റേണൽ സെപ്പറേഷൻ നിർബന്ധമായി ദൈവം കൊടുത്തിരുന്നുവെന്നും പുരാതന ഭക്തന്മാർ അത് ആചരിച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ നിന്ന് കണ്ടത്. ഇത് മലയാളി തുടങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ വിവരമില്ലാത്ത ഏതോ മലയാളികളെ വിഡ്ഢികളിപ്പിക്കുവാൻ ചില വിവരമുള്ള മലയാളികൾക്ക് കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഈ പ്രസ്താവനകൾക്ക് അർത്ഥമില്ല. കഴിവുള്ളിടത്തോളം സെപ്പറേഷൻ ദൈവസന്നിധിയിൽ നല്ലതാണ്. ആഭരണങ്ങളെക്കുറിച്ച് ഇന്ന് തുടരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് എന്റെ അകത്ത് ചില ചോദ്യങ്ങൾ. എന്നാലും ആഭരണം മാറ്റുന്നത് ആണ് നല്ലതെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നത്. ആത്മീക വളർച്ചയിൽ നന്നായിരിക്കും എന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കും. ചിലപ്പോൾ 24 മണിക്കൂർ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതായിരിക്കാം, നുണ പറയുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഹാനികരമായ പലത് മാറ്റുന്ന കൂട്ടത്തിൽ ആഭരണമാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന്റെ തടസ്സമെങ്കിൽ അത് നിശ്ചയമായി മാറിയിരിക്കണമെന്നല്ലേ നമ്മൾ പറയേണ്ടത്? അത് നിശ്ചയമായി ഭരിക്കുന്നത് എന്താണോ അതല്ലേ ആഭരണം. അതിൽ സ്വർണവും ഉൾപ്പെട്ടിട്ടില്ല പാസ്റ്റർ. സ്വർണം, വെള്ളി, കക്ക, കുപ്പിവള ഇതൊന്നും എനിക്ക് വിഷയമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇല്ലാതെ സൃഷ്ടിച്ചു. ദൈവം തന്നെ വസ്ത്രം ഉണ്ടാക്കി മനുഷ്യനെ ധരിപ്പിച്ചു. ആഭരണം ഇല്ലാതിരിക്കുന്ന മനുഷ്യനെ നോക്കി നല്ലത് എന്ന് ദൈവം കണ്ടു. ഒരു സഭാപിതാവ് ചോദിച്ച ഒരു ചോദ്യം എന്റെ ഓർമ്മയിലുണ്ട്. നല്ലതെന്ന് ദൈവം കണ്ടതിനെ, അല്ല ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം താങ്കൾ ആരപ്പാ? താങ്കൾ സൃഷ്ടാവോ അതോ സഹസൃഷ്ടാവോ? ദൈവത്തെക്കാൾ വലിയവനോ ദൈവത്തെക്കാൾ താണവനോ? ഈ ചോദ്യം എന്റെ അകത്ത് മുഴങ്ങുന്നുണ്ട്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുസഭയാകുന്ന കന്യക ശുഭ്രവസ്ത്രധാരിയായി തിരുസന്നിധിയിൽ വന്ന് നിൽക്കുന്നതായി ഞാൻ കാണുന്നു. അവൾക്കൊരാഭരണം ഞാൻ ബൈബിളിൽ കാണുന്നില്ല. എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു കൊച്ചു വിഷയം ഞാൻ അവതരിപ്പിക്കുക. മണ്ടത്തരമെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ അത് എന്റെ ജീവിതത്തിന്റെ തത്വമായിരിക്കും. അതേസമയം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയായ മഹാവേശ്യ എല്ലാവിധ രത്നങ്ങളും ധരിച്ചവരായി നിൽക്കുന്നു. ക്രിസ്തീയ വിവാഹങ്ങൾ നടത്തുവാൻ എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ വിവാഹത്തിന്റെ മാതൃക കാണിക്കണമോ അന്തിക്രിസ്തുവിന്റെ വിവാഹത്തിന്റെ മാതൃക കാണിക്കണമോ? അന്തിക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ ആ ജോലി ചെയ്യുമ്പോൾ ക്രിസ്തു ശുശ്രൂഷകൻ ഈ ജോലി ചെയ്യട്ടെ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. വേർപാട്, അശുദ്ധനോട് വേർപെടുക. മറക്കരുത്, യേശുവിനെ കുരിശിക്കുന്ന സമയം യേശു ആ കുരിശിച്ച പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ യൂദയെ നോക്കിക്കൊണ്ട് നീ ജനിക്കാതെ ഇരുന്നെങ്കിൽ നന്നായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. യൂദയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചിട്ടില്ല. സഭയിൽ ഇടർച്ച വരുത്തുന്നവന് 2 ചാൻസ് ഉപരി കൊടുക്കാതെ അവനെ എന്നേക്കും പുറന്തള്ളുക എന്ന് യേശു കൽപ്പിച്ച പ്രമാണമാണ്. കണ്ടവരോടൊക്കെ ക്ഷമിക്കുക എന്ന് ഇന്നത്തെ സാധാരണക്കാരൻ പറയുന്നതിനേക്കാൾ വലുതായി ഞാൻ അംഗീകരിക്കുന്നത്. കാര്യം ഇത്തരക്കാരുടെ ആ ദൈവത്വത്തെക്കാൾ യേശുവിന്റെ ദൈവത്വത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ യേശുവിന്റെ കൽപ്പന അനുസരിക്കുന്നു. ആകയാൽ യോജിച്ചു പോകാവുന്ന വിശ്വാസം, യോജിച്ചു പോകാവുന്ന ജീവിതശൈലി, യോജിച്ചു പോകാവുന്ന കാഴ്ചപ്പാടുകൾ എന്നിവയിൽ ഉള്ളവരോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ഏകത്വം സൂക്ഷിച്ചുകൊണ്ട് യോജിച്ചു പോകുവാൻ കഴിയാത്തതിനോട് അകന്നു നിൽക്കുക എന്നതിനെയാണ് വേർപാട് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അത് വിശ്വാസത്തിൽ, കാഴ്ചപ്പാടിൽ, ഉടുപ്പിൽ, നടപ്പിൽ, ജീവിതത്തിൽ, സംസാരത്തിൽ, ഭാഷാശൈലിയിൽ സകലതിലും ബാധകമാണ്.
ഇത് സുരേഷ് ബാബു ഖണ്ഡന പ്രസംഗങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഒരു കാലഘട്ടത്തിൽ സഭയിൽ ഒരു ഹരമായി മാറി. പക്ഷേ